നമസ്കാരം. സ്വർണ്ണവില എങ്ങോട്ടാണ് പോകുന്നത്? ഈ ചോദ്യം ഇപ്പോൾ പലരുടെയും മനസ്സിലുണ്ടാകും. കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്വർണ്ണ വിപണി ഒരു അനിശ്ചിതത്വത്തിലാണ്. 2024 25 ജൂൺ വരെയും വലിയ കുതിപ്പാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായതെങ്കിലും ജൂലൈ മാസത്തിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു. സ്വർണ്ണവില പൊതുവെ ചാഞ്ചാടുന്ന പ്രവണതയാണ് കാണിച്ചത്. ഏറ്റവും പ്രധാനമായി സ്വർണ്ണ വാങ്ങലുകളിൽ നിർണായക പങ്ക് വഹിക്കുന്ന ചൈന സ്വർണം വിറ്റൊഴിയാൻ തുടങ്ങിയാൽ ഇന്ത്യയിൽ സ്വർണ്ണവില ഇടിയുമോ? ഈ ചോദ്യം പല നിക്ഷേപകരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. നിലവിൽ സ്വർണത്തെ അല്പം സംശയത്തോടെയാണ് നിക്ഷേപകർ നോക്കിക്കാണുന്നത്. സമീപകാലത്തെ വില വ്യതിയാനങ്ങളും ആഗോള സംഭവ വികാസങ്ങളും വിപണിയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനിടയിലും ഒരു സന്തോഷ വാർത്തയുണ്ട്. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ റിപ്പോർട്ട് പ്രകാരം സാമ്പത്തിക മാന്ദ്യം അനുഭവിച്ചപ്പോഴും 2025 ആദ്യ 6 മാസങ്ങളിൽ ചൈന റെക്കോർഡ് സ്വർണ്ണ നിക്ഷേപം നേടിയിരിക്കുകയാണ്. അപ്പോൾ ഒരു വശത്ത് ചൈന റെക്കോർഡ് നിക്ഷേപം നടത്തുമ്പോൾ മറുവശത്ത് അവർ സ്വർണം വിറ്റഴിക്കുന്നതും കാണാം. ഈ വിപരീത പ്രവണതകൾ ഇന്ത്യയിലെ സ്വർണ്ണവിലയെ എങ്ങനെ ബാധിക്കും? സ്വർണ്ണവിലയുടെ ഭാവി പ്രവണതകൾ എന്തൊക്കെയാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ നമുക്ക് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാം. സ്വർണ്ണ വിപണിയിലെ നിലവിലെ അവസ്ഥ കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്വർണ്ണ വിപണിയിൽ ഒരുതരം അസ്ഥിരതയാണ് കണ്ടുവരുന്നത്. 2024 25 ജൂൺ വരെയും സ്വർണ്ണവിലയിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായെങ്കിലും ജൂലൈ മാസത്തിൽ വില പൊതുവെ ചാഞ്ചാടുന്ന ഒരു പ്രവണതയാണ് കാണിച്ചത്. ഇത് നിക്ഷേപകരിൽ ചെറിയൊരു ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ഭാവിയിൽ സ്വർണ്ണവില എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ആകാംക്ഷയും വർദ്ധിച്ചിട്ടുണ്ട്. ചൈനയുടെ സ്വാധീനം നോക്കുകയാണെങ്കിൽ റെക്കോർഡ് നിക്ഷേപവും കുറഞ്ഞ ഡിമാൻഡും സ്വർണ്ണ വാങ്ങലുകളിൽ വലിയ പങ്ക് വഹിക്കുന്ന രാജ്യമാണ് ചൈന. 2025 ജൂണിൽ ചൈനയ്ക്ക് ഒരു സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെട്ടെങ്കിലും വർഷത്തിലെ ആദ്യ 6 മാസങ്ങളിൽ രാജ്യം റെക്കോർഡ് സ്വർണ്ണ നിക്ഷേപം നേടി. ഇതാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പറയുന്നത്. ETF-കളിലെ റെക്കോർഡ് നിക്ഷേപം. ചൈനയുടെ ഏറ്റവും വലിയ നിക്ഷേപം ഈ സ്വർണ്ണ ETF-കളിലാണ്. 2025 ആദ്യ പകുതിയിൽ ചൈന സ്വർണ്ണ ETF-കളിൽ ഏകദേശം 64,000 കോടി രൂപ നിക്ഷേപിച്ചിരുന്നു. അർദ്ധവാർഷിക നിക്ഷേപങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയാണിത്. അതുപോലെ സ്വർണ്ണവില കുതിച്ചുയർന്നത് കാരണം ജൂണിൽ സ്വർണ്ണാഭരണങ്ങളുടെ മൊത്ത വ്യാപാര ആവശ്യം 10% കുറഞ്ഞു. ഉയർന്ന വില ഉപഭോക്താക്കളെ പുതിയ ആഭരണങ്ങൾ വാങ്ങുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചു. ജൂണിൽ ഏകദേശം 90 ടൺ സ്വർണമാണ് ചൈന വിറ്റഴിച്ചത്. ഇത് ഷാങ്ഹായ് ഗോൾഡ് എക്സ്ചേഞ്ചിൽ നിന്നുള്ള ഗണ്യമായ പിൻവലിക്കലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ കണക്ക് കഴിഞ്ഞ 10 വർഷത്തെ ശരാശരിയേക്കാൾ വളരെ കുറവാണ്. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ മൊത്തം പിൻവലിക്കലുകൾ 678 ടണ്ണിലെത്തി. ഇത് മുൻ വർഷത്തേക്കാൾ 18% കുറവാണ്. ആദ്യ പകുതിയിൽ സ്വർണ്ണവില $ഡോളറിൽ 23%, ചൈനീസ് യുവാനിൽ 21% വർദ്ധിച്ചു. 2016 ശേഷമുള്ള ഏറ്റവും വേഗതയേറിയ വളർച്ചാ നിരക്കാണിത്. ചൈനയുടെ കേന്ദ്ര ബാങ്കായ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന തുടർച്ചയായി 8ാം മാസവും സ്വർണം വാങ്ങി. ഈ വർഷം ആദ്യ പകുതിയിൽ അവർ 19 ടൺ സ്വർണം കൂടി ശേഖരിച്ചു. ഇതോടെ ചൈനയുടെ സ്വർണ്ണ ശേഖരം ഇപ്പോൾ 2299 ടണ്ണായി. ജൂണിൽ സ്വർണ്ണ ഫ്യൂച്ചേഴ്സ് വ്യാപാരം നേരിയ തോതിൽ കുറഞ്ഞുവെങ്കിലും വർഷത്തിന്റെ ആദ്യ പകുതിയിലെ ശരാശരി ദൈനംദിന അളവ് 534 ടൺ ആയിരുന്നു. ഇത് ഇതുവരെയുള്ളതിനേക്കാൾ വെച്ച് ഏറ്റവും ഉയർന്ന നിരക്കാണ്. 2025 മെയ് മാസത്തിലാകട്ടെ ചൈന 89 ടൺ സ്വർണം ഇറക്കുമതി ചെയ്തു. ഇത് ഏപ്രിലിനെ അപേക്ഷിച്ച് 21% കുറവും കഴിഞ്ഞ വർഷം മെയ് മാസത്തെ അപേക്ഷിച്ച് 31% കുറവുമാണ്. ആഭരണങ്ങൾക്കുള്ള ഡിമാൻഡ് കുറഞ്ഞതാണ് ഈ ഇടിവിന്റെ പ്രധാനപ്പെട്ട കാരണം. ചൈനയുടെ സ്വർണം വെറുമൊരു ആഭരണ വസ്തു എന്നതിൽ നിന്ന് മാറി ഒരു തന്ത്രപരമായ നിക്ഷേപ മാർഗമായിട്ടാണ് മാറിയിരിക്കുന്നത്. ആഭരണങ്ങളോടുള്ള ഉപഭോക്തൃ താല്പര്യം കുറഞ്ഞതോടെ ETF-കൾ, സ്വർണ്ണ ബാറുകൾ, നാണയങ്ങൾ തുടങ്ങിയ ബദൽ നിക്ഷേപ മാർഗങ്ങളിൽ റെക്കോർഡ് നിക്ഷേപമാണ് നടക്കുന്നത്. കൂടാതെ സെൻട്രൽ ബാങ്കിന്റെ തുടർച്ചയായി സ്വർണ്ണ വാങ്ങലുകൾ നിക്ഷേപ ഓപ്ഷൻ എന്ന നിലയിൽ സ്വർണത്തിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നു. ചൈനീസ് നിക്ഷേപകരുടെ സ്വർണ്ണ വാങ്ങലുകളിലെ വർധനവ് ആഗോള സ്വർണ്ണ ആവശ്യകതയാണ് വർദ്ധിപ്പിക്കുന്നത്. ഇത് ഇന്ത്യയിലെ സ്വർണ്ണവിലയെ നേരിട്ട് സ്വാധീനിക്കുമെന്ന് വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നുണ്ട്. ആഗോള ഡിമാൻഡ് വർദ്ധിക്കുന്നത് ഇന്ത്യയിൽ ആഭ്യന്തരമായി സ്വർണ്ണവില ഉയരാൻ ഇടയാക്കും. ഇത് വിവാഹങ്ങളിലും ഉത്സവങ്ങളിലും സ്വർണ്ണ വിൽപ്പന കുറയാനും ജ്വല്ലറികളെയും ചെറുകിട വ്യാപാരികളെയും പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട്. സ്വർണ്ണവിലയുടെ ഭാവി പ്രവണതകൾ. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ അഭിപ്രായത്തിൽ $ഡോളറിന്റെയും ട്രഷറി ഈൽഡുകളുടെയും വർധനവ് സ്വർണ്ണവിലയെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. മധ്യകാലയളവിൽ സെൻട്രൽ ബാങ്കുകളുടെ വാങ്ങലുകൾ തുടരുമെങ്കിലും റീറ്റെയിൽ നിക്ഷേപ ആവശ്യകതയിലെ കുറവ് കാരണം സ്വർണ്ണവില കുറയാൻ സാധ്യതയുണ്ടെന്നും അവർ പ്രവചിക്കുന്നുണ്ട്. സ്വർണ്ണ വിപണിയിലെ ഈ ചാഞ്ചാട്ടം നിക്ഷേപകർക്ക് പുതിയ അവസരങ്ങളും വെല്ലുവിളികളും ഒരുപോലെ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകരമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.